ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അരീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും അതിന്റെ കൂടെ ഒരു ഹൈപ്പും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മുടെ ഗ്രേസിയുടെ മകന്റെയും ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. മാമച്ചന്റെ ആ ഒരു പെങ്കൊച്ച് നമ്മുടെ ഷെറിന്. അപ്പൊ ഷെറിന് വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഷെറിന്റെ ഹസ്ബൻഡ് നാളെ വരികയാണ്. എന്തിനാണ് ആ കുട്ടിയെ തിരക്കുന്നതും, അതായത് ഷെറിനുണ്ടായിരുന്ന ആ കുഞ്ഞിനെ തിരക്കുന്നത് എന്തിനാണ്, അതിന്റെ കാര്യം എന്താണ് എന്നൊക്കെ വിശദമായിട്ടൊന്ന് അറിയണം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെറിന്റെ ആദ്യത്തെ ഹസ്ബൻഡ് അല്ല, ഷെറിന്റെ ഹസ്ബൻഡ് വരുന്നത്. അപ്പൊ ഷെറിന്റെ ഹസ്ബൻഡ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ഷെറിന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് മനസ്സിലാകുന്നതും അതുപോലെ ഷെറിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നും അച്ഛന്റെ കുടുംബക്കാരാരാണെന്നും ഈ പറയുന്ന ഗ്രേസി മാമച്ചനും ആരാണെന്നും ഒക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, സ്വന്തം ഭാര്യയുടെ മുൻ കാമുകനെ കുറിച്ചും അത് മുൻ കാമുകൻ മരിച്ചുപോയത് കൊണ്ടാണ് നമ്മുടെ ഷെറിനെ കൊണ്ട് ആ ചെറുക്കനെ വിവാഹം കഴിപ്പിച്ചതെന്ന് ഒക്കെ അറിയുകയും അതുപോലെ തന്നെ കുറെ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ അറിയാനായിട്ട്. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഷോക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ്. അപ്പം ഒത്തിരി ഒന്നും നമ്മുടെ ഷെറിന്റെ ഹസ്ബൻഡിന് അറിയത്തില്ലായിരുന്നു കാര്യങ്ങൾ. ഒരു കുഞ്ഞുണ്ടെന്ന് അറിയാം. അപ്പം എതിർഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്നോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തപ്പിച്ചകഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പോയിട്ടില്ല അയാൾ ഒരു മാന്യനായ മനുഷ്യൻ തന്നെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഷെറിനെ നോക്കുകയും ഷെറിന്റെ കുഞ്ഞിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെ വില്ലന്മാരായതും കുടുംബക്കാർ തന്നെയാണ്. നമ്മുടെ വൈജയുടെ ആ ഒരു കാര്യത്തിലും വില്ലന്മാര് കുടുംബക്കാർ തന്നെയാണ് കേട്ടോ. കാരണം വൈജ ഒരിക്കലും ആ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു, ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിന്. അപ്പം ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണം നടക്കാൻ കാരണം തന്നെ കുടുംബക്കാരാണ്. നമ്മുടെ അലീനെ ഉപേക്ഷിച്ചതും അലീന മരിച്ചുപോയെന്നും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പൊ അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഷെറിന്റെ കാര്യവും ഷെറിന്റെ ഹസ്ബൻഡിന്റെ കാര്യവും. കൂടുതലും കുടുംബക്കാര് തന്നെയാണ് പ്രശ്നക്കാര്. അപ്പം അതൊക്കെ തിരിച്ചറിയുകയാണ് നമ്മുടെ ഷെറിന്റെ ഹസ്ബൻഡ്. അപ്പൊ അതൊക്കെയാണ് നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഥയിലേക്ക് കടക്കാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിച്ചു, കൃഷ്ണമോളും ഭക്ഷണമൊക്കെ കഴിച്ചു, ബബിതയും കഴിച്ചു ഭക്ഷണമൊക്കെ. എന്നിട്ട് പോയി, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോയേ. നമ്മുടെ വൈജ ആണെങ്കിൽ ഒന്നും കഴിച്ചില്ല. അപ്പൊ അലീനയ്ക്ക് ഭയങ്കര ഒരു സങ്കടം. അലീനയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയാണല്ലോ, ഉണ്ടാക്കി വെച്ചിട്ട് ഒരാൾ കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു വിഷമേ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതായത് നമ്മൾ വെച്ച് വിളമ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അലീന ഇങ്ങനെ എന്തു പറ്റി, മേഡത്തിന് കൊണ്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാലല്ലേ, കൊണ്ട് കൊടുത്തേക്കാന്നല്ല, മേഡം വന്ന് ഇതുവരെ കഴിച്ചില്ലല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വൈജ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടേ. ഇനി അലീന ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കണില്ല, ഒന്നും വേണ്ട, അലീന ഉണ്ടാക്കുന്ന ഒന്നിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈജ കഴിക്കാൻ പോവാത്തത്. പക്ഷെ അലീനയ്ക്ക് സങ്കടം. അലീന അപ്പം വലിയ എന്താ പറയാ, മദർ തെരേസയാകാൻ ശ്രമിച്ചിട്ട് നേരെ പോയി നമ്മുടെ വൈജയുടെ അടുത്തേക്ക്. എന്നിട്ട് മേഡം എന്ന് വിളിച്ചു. വൈജ പെട്ടെന്ന് ഇങ്ങനെ ആ ഏറുകണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലോ, സായികുമാർ നോക്കുന്ന പോലെ ഒരു നോട്ടം. അതായത് നമ്മുടെ സായികുമാർ ഉണ്ടല്ലോ, നമ്മുടെ വൈജയുടെ അച്ഛൻ, അങ്ങനെ ആ ഒരു നോട്ടമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഏതായാലും പതിയെ കയറി വന്നു. അറിയാം, നമ്മുടെ അലീനയ്ക്ക് അറിയാം എന്തോ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കുന്ന അറിയാം. അങ്ങനെ പതിയെ കയറി അലീന വന്നിട്ട് അതേ മേഡം ഫുഡ് കഴിക്കുന്നില്ല, മേഡം ഇതൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നില്ലല്ലോ, ഞാൻ ഇങ്ങോട്ടേക്ക് ഫുഡ് എടുത്തോണ്ട് തരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആണെങ്കിൽ ആരോട് ചോദിച്ചിട്ടാണ് നീ എന്റെ മുമ്പിൽ വന്നത്? ഓ, ഫുഡ് കഴിപ്പിക്കാൻ നടക്കുന്നു. പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വെച്ച് വിളമ്പി ഉണ്ടാക്കിയ ഒരു സാധനവും എനിക്ക് ഇന്നു മുതൽ വേണ്ടടി. ആ എച്ചില് കഴിക്കാനേ ഈ വൈജയ്ക്ക് ഇനി മനതില്ല. ആ വൈജ ഇനി എച്ചില് കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലടി. അവളുടെ ഔദാരിച്ചോറ് കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചേക്ക. നീ ഇവിടെ ഉള്ളവരെ ഊട്ടുകയും കുടിപ്പിക്കുകയും കിടത്തിപ്പിക്കുകയും ഉറക്കുകയും ഒക്കെ ചെയ്തോ. ദേ എന്റെ മുമ്പിൽ അങ്ങനെ വന്നാലുണ്ടല്ലോ, എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാർക്കിച്ച് തുപ്പി വിടും. മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ദേ അവള് കുടുംബവും നശിപ്പിച്ചിട്ട് എല്ലാവരെയും അതും ഇതും ഒക്കെ പറഞ്ഞ് വശത്താക്കി കൈവശവും കൊടുത്തു വെച്ചിട്ട് വന്നിരിക്കുന്നു എന്നെ തീറ്റിക്കാൻ വേണ്ടി. ലക്ഷണം കെട്ടത്, എന്തിനാടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? പോയി
ചത്തൂടേടി നിനക്ക്. നീ പോയി ചാക, കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി. എന്തിനാ വെറുതെ ജീവിച്ചിരുന്ന് മറ്റുള്ളവർക്ക് ഭാരമാകുന്നത്? ഭൂമിയുടെ മണ്ടയിലിരുന്ന് നിന്റെ തള്ളയ്ക്ക് അറിയാമായിരുന്നത് ഇനി വലിയൊരു ഭാരമാകുന്നു. അതുകൊണ്ടാടി നിന്റെ തള്ള ഓഫർനേജിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ പിഴച്ച തള്ള. എന്നിട്ടോ എടുത്ത് വളർത്തിയേക്കുന്നു വേറൊരു പിഴച്ച തള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അമ്മയെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എന്നെ വളർത്തി വലുതാക്കി ഇത്ര ആക്കിയ എന്റെ ബ്രിജിത്താമ്മേനെ പറഞ്ഞാ ഉണ്ടല്ലോ, നിങ്ങളോട് എന്ത് തെറ്റാ എന്റെ ബ്രിജിത്താമ്മ ചെയ്തത്? നിങ്ങൾ എന്നെയും പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ബ്രിജിത്താമ്മേനെ പറഞ്ഞാലേ ബ്രിജിത്താമ്മയുടെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രിജിത്താമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രിജിത്താമ്മ എന്തിനു വേണ്ടിയാ ജീവിച്ചതെന്നറിയാമോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അനാഥരെ എടുത്തു വളർത്താൻ വേണ്ടിയാ ആ സ്ത്രീ ജീവിച്ചത്. ആ സ്ത്രീയെ കുറിച്ച് പറയാനുള്ള എന്ത് അധികാരവും അവകാശമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൈതക്കൽ തറവാട്ടിലെ വൈജയ്ക്കുള്ളത്? എനിക്കിപ്പം അറിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ നീ ആരാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നെ ബോധിപ്പിക്കാനേ നീ എൻ്റെ ആരാ? അപ്പോഴത്തേക്കും അതൊക്കെ മനസ്സുകൊണ്ട് നമ്മുടെ അലീന പറയാണ്, ഞാനേ നിങ്ങളുടെ ആ മോളാ. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്ക് സ്ത്രീയെ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ 10-22 വർഷം മുമ്പെന്ന് ഇങ്ങനെ പൊറുപുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താടി നീ പൊറുപുറക്കുന്നത്? നിന്റെ ഇതേ പൊറുപുറപ്പാടി ഇപ്പൊ കൃഷ്ണമോള് പൊറുപുറത്തോണ്ട് നടക്കുന്നത്. നീയൊക്കെ കൂടി വഴി തെറ്റിച്ചില്ലേടി ഒരു കുടുംബം. നിനക്ക് സമാധാനമായില്ലടി, ഇറങ്ങി പോടീന്നും പറഞ്ഞുകൊണ്ട് വാതില് പിടിച്ചു വെച്ചൊരോറ്റയട കേട്ടോ. അടാന്ന് പറഞ്ഞിട്ടുണ്ട്, വലിച്ചൊരൊറ്റയട. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആയി പോകുന്ന രീതിയിൽ ഒരൊറ്റയട അടച്ചു. അലീന എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാൻ പറ്റും അലീനയ്ക്ക്? അലീന ഒന്നും പറഞ്ഞില്ല. അലീന നേരെ പോയി കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമലയുണ്ടല്ലോ വൈജയനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജയനെ ഫോൺ വിളിച്ചിട്ട് കമല, ഇന്നും മനു അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ വൈജയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവൻ ഇവിടെ എങ്ങാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ എന്നെ കാണാൻ സമയമില്ലല്ലോ. അപ്പം വൈജയനെ കണ്ടില്ലേ? ഇല്ല കമലയിടത്തി, അവൻ എന്നെ വന്ന് കണ്ടു, പേരിന് എന്തൊക്കെയോ പറഞ്ഞു. അവനിപ്പം അലീനയുടെ വശത്താണല്ലോ. എൻ്റെ ആങ്ങളമാരും അവനും എല്ലാം കൂടെ ചേർന്ന് അവളെ തലയിൽ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ അവനോട് മിണ്ടുന്നത്? ഞാൻ പറഞ്ഞു, അലീനയോട് കൂടി നിൽക്കുന്ന എല്ലാവരും എൻ്റെ ശത്രുവാണെന്ന്. അതുകൊണ്ട് പിന്നെ അവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, കേട്ടോ, ഇന്നേ ശരണയുടെ അടുത്തേക്ക് ആ പിഴച്ച പെണ്ണില്ലേ, അവള് കാരണമാ എൻ്റെ മോനിപ്പം ജയിലിൽ കിടക്കുന്നത്. അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയേക്കായിരുന്നു ഈ പറഞ്ഞവളെ, ഈ പിഴച്ചവളെ. ഈ പിഴച്ചവളെല്ലാം കൂടെ നമ്മുടെ തലയിലാണല്ലോ വൈജയ് വന്ന് വീഴുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ പൊന്നു കമലയിടത്തി. ഈ വക കാര്യങ്ങൾ എന്നോട് ദയവ് ചെയ്ത് സംസാരിക്കരുത്. എനിക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ല. പിഴച്ച കുറെ എണ്ണത്തിന്റെ കഥ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ. അല്ല ഞാനുണ്ടല്ലോ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ. മനു ഇവിടെ വന്ന് കുറെ പ്രസംഗം നടത്തി കമലെന്നല്ല വൈജയ്. എന്ത് പ്രസംഗം? അവള് കൈവശം കൊടുത്തു മനുവിനെ കൈവശം കൊടുത്തേ. അവള് മനുവിനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാ. അതിന്റെ കാണാനും ഉണ്ട് കേൾക്കാനും ഉണ്ട്. അറിയാമോ വൈജയ്ക്ക്? അവൻ ഇന്ന് പറയാണ് ഇവിടെ വന്നേ, ഇവിടത്തെ മരുമകളായിട്ട് അവളെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന്. ആരെ? അലീനയോ? അവന് താല്പര്യമുണ്ടെന്ന്. കമലയിടത്തിയോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവര് തമ്മിലുള്ള സെറ്റപ്പ് എന്താണെന്ന്. അവളുണ്ടല്ലോ പുളിങ്കൊമ്പ് നോക്കിയേ പിടിക്കത്തുള്ളൂ. അവളുടെ അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കാം, പുളിങ്കൊമ്പ് നോക്കി പിടിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പൊ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുപോലെ അവളും പുളിങ്കൊമ്പ് നോക്കിയേ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാ കമലയിടത്തി ഒരു കാര്യം ചെയ്യ, നിലവിളക്കൊക്കെ എടുത്ത് നിന്നോ. എപ്പോഴാന്ന് അറിയത്തില്ല കൊണ്ടുവരുന്നേ. ഇരു കൈ നീട്ടി സ്വീകരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കമലയ്ക്ക് ദേഷ്യം വന്നിട്ടോ, പിന്നെ ചരക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ പോവല്ലേ? ചരക്കിനെ ഞാൻ പുഴയിൽ തള്ളും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ വീട്ടില് അവളെയും കൊണ്ട് ഭാനുവിനെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ അതിന്റെ സമ്മതം ആർക്ക് വേണം കമലയെടുത്തി? അല്ല, മനുവിനൊരു ഫ്ലാറ്റ് എടുത്ത് കൊച്ചിയിലേക്കോ എറണാകുളത്തേക്കോ അവളെ കൊണ്ടുപോകാന്നുള്ളതല്ലേ ഉള്ളൂ. അതിനും അവൻ മടിക്കത്തില്ല. അതുപോലെയാണല്ലോ ഒലിപ്പിച്ച് പുറകെ നടക്കുന്നത്. എന്റെ പൊന്നോ,
എങ്ങനെയെങ്കിലും ആ നശൂർണത്തെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ എന്റെ പൊന്നു വൈജെ? മടുത്ത് ഞാന്. എന്തിനാ ഇങ്ങനെ വെറുതെ? അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട, അല്ലെങ്കിൽ വല്ല എരികശവും വല്ല ചോറിനും കൊടുത്തിട്ട് അങ്ങോട്ട് കൊല്ലാൻ നോക്ക്. മനുഷ്യന് സമാധാനക്കേട് ഉണ്ടാക്കാനായിട്ട്. അവൻ ഇവിടുന്ന് രാവിലെ പറഞ്ഞു വിട്ടത് എന്തിനാണെന്നറിയാമോ? ആ ശരണേനെ കൊണ്ട് മനസ്സൊന്ന് മാറ്റിപ്പിക്കണം എന്ന് അലീനയോട് പറയാനായിട്ട്. അതൊന്നും അവന് പറയാൻ പറ്റത്തില്ല, അതൊന്നും അവന്റെ നാവില് വരത്തില്ലല്ലോ. അവനിപ്പോ അലീന അലീന അലീന, ഏത് തരവും അലീന. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഞാൻ തന്നെ വരും അവളെ കൊല്ലാനായിട്ട്. ഏതായാലും വൈജയ് നീ വെച്ചോ, ഞാൻ ഇനി കൂടുതൽ പറയാൻ നിന്നാലേ എന്റെ BP കൂടുന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ഈ സമയത്ത് വൈജി ഇങ്ങനെ ചിന്തിക്കുക, അവളെ എങ്ങനെ ഇവിടുന്ന് വെളിയിലാക്കും. എങ്ങനെയാണെങ്കിലും ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ അവളെ ഇവിടുന്ന് വെളിയിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ സൗര്യവും എന്റെ കുടുംബത്തിന്റെ സൗര്യവും എല്ലാം പോകും. ഇനി ഈ വീട് വിട്ട് ഞാൻ പോകുന്നത് കൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല. കാരണം എന്റെ മക്കളെല്ലാം തിരിഞ്ഞു. ഇനി ഈ വീട് വിട്ടുപോയ മക്കളൊന്നും കൂടെ വരാനില്ല. അതുകൊണ്ട് ഇനി ഈ വീട് വിട്ടല്ല പോകേണ്ടത്, ഇനി പോകേണ്ടത് അലീനയ. അവളെ ഇനി പറഞ്ഞു വിട്ടേ പറ്റൂന്ന്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ ചെയ്ത കാര്യങ്ങളൊക്കെ അലീന ബാലചന്ദ്രനോട് പറയാണ്. അപ്പൊ വെറുതെ പറയുന്നതല്ല, ബാലചന്ദ്രൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ വീട്ടിനകത്ത് തന്നെ ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണല്ലോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു, എന്താടി പ്രശ്നം, എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചപ്പോ, ഹേയ് ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ലാന്നൊന്നും പറഞ്ഞ് നീ ഒഴിയാൻ നോക്കണ്ട. അലീന സത്യം പറഞ്ഞു, എന്തായിരുന്നു പ്രശ്നം അവിടുത്തെ, എന്താ പ്രശ്നം, എന്താ പ്രശ്നം? അപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ, ഞാൻ അമ്മയ്ക്കുണ്ടല്ലോ, ഞാന് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴത്തേക്കും അമ്മ പറയാ, അമ്മയ്ക്ക് ഞാനുണ്ടാക്കുന്ന എച്ചില് വേണ്ടാന്ന്. പോട്ടെ, അച്ഛനത് ചോദിക്കാനൊന്നും പോകണ്ട. മേഡത്തിന്റെ മനസ്സിലെ ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ടൊക്കെ പറയുന്നതല്ലേ, അതൊക്കെ പതുക്കെ മാറിക്കോളും. ബബിത മാറിയില്ലേ, രോഹിത് മാറിയില്ലേ, അതുപോലെ മേഡവും എന്തെങ്കിലും മാറുന്നു പറഞ്ഞപ്പോഴത്തേക്കും അവളെന്താ പറഞ്ഞ, എച്ചില് വേണ്ടെന്നോ? ഓഹോ, ആരുടെ എച്ചില്? ഇവിടെ ഏത് എച്ചിലാ ഉണ്ടാക്കുന്നത്? ഇവിടെ ആർക്കും എച്ചില് കഴിക്കാനേ താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ എന്തിനു വന്നു, ഇവിടെ എന്തിനു നിന്നു? ഇവിടെ ഒരു സാധനം പോലും ഓർഡർ ചെയ്ത് വിരക്കകത്ത് കയറ്റി ഇരുന്ന് കഴിക്കാന്ന് വൈജയ്ക്കൊരു മോഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അവളെ ഒന്ന് ഞാൻ കാണട്ടെ എന്ന് പറയുമ്പോൾ, പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ, അച്ഛ വെറുതെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛന്റെ കാല് പിടിക്കാൻ ഞാൻ, പ്ലീസ് അച്ഛ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? മേഡം ഇങ്ങനെ പലതും പറയുന്നതല്ലേ, അതൊക്കെ ഞാൻ കേൾക്കുന്നതല്ലേ, അതൊക്കെ ഞാൻ ഈ ചെവി കൂടെ കിട്ടി ഈ ചെവി കൂടെ കളയാറുള്ള. അച്ഛ പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ, പോവല്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് കാലെ പിടിച്ച്, അല്ല ബാലചന്ദ്രന്റെ കാലെ പിടിച്ച് അലീനെ അങ്ങ് കരച്ചില്. മാറി നിൽക്കരുത്, നിന്നോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്, അവള് കൂടുതൽ മദർ തെരേസ കളിക്കാൻ വരുന്നത്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വൈജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വൈജയുടെ അടുത്തേക്ക് ചെന്ന് വാതിലെ അങ്ങ് വാതിലെ കൊട്ടിയ ഉടനെ തന്നെ ആരാ ഇതെന്ന് പറഞ്ഞ് തുറന്ന് ഇങ്ങനെ ചെറുകണ്ണിട്ട് ഇങ്ങനെ നോക്കൂലോ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദേ നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുന്നു. ബാലചന്ദ്രനോട് എന്താന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും, ആഹാ, എനിക്ക് എന്റെ വീടിന്റെ വാതിൽ തുറക്കാനേ വാതിലെ മുട്ടാനും ഒന്നും ആരുടെയും അധികാരവും അവകാശവും ഒന്നും വേണ്ട. ഇത് ഞാൻ വെച്ചിട്ടേക്കുന്നതാ, അല്ലാതെ കൈതക്കൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തുക്കൾ കൊണ്ടോ പണം കൊണ്ടോ സ്വർണം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയ മണിമാളികയല്ല ഇത്. ഇതേ ഈ ബാലചന്ദ്രന്റെ വേർപ്പ. അപ്പം ബാലചന്ദ്രൻ ഇഷ്ടമുള്ളപ്പം വന്ന് കൊട്ടും. പിന്നെ ഇവിടെ ആഹാരം കഴിക്കാതെയൊക്കെ ജീവിക്കാം, അതിനെനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടത്തെ ആഹാരം കഴിക്കണം, അല്ലാതെ വെളിയിൽ നിന്നങ്ങാണം ആഹാരം മേടിച്ച് കഴിച്ചാല് ഇവിടെ ആഹാരം കൊണ്ടുവരുന്നവരെ ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. ഇവിടെ ഞങ്ങൾ എല്ലാവരും അലീന ഉണ്ടാക്കുന്ന ആഹാരമാണ് കഴിക്കുന്നത്. അത് എടുത്തു തരാനോ അല്ലെങ്കിൽ ഊട്ടാനോ ഉറക്കാനോ ഒന്നും ഇനി അലീനയെ കിട്ടത്തില്ല. കാരണം അലീനയെ ബാലചന്ദ്രന്റെ മകളാണ്, ബാലചന്ദ്രന്റെ മകള്. തല ഉയർത്തിപ്പിടിച്ച് ബാലചന്ദ്രൻ പറയും, ബാലചന്ദ്രന് 22 വർഷം മുമ്പ് ഒരു മകളുണ്ടായിരുന്നുവെന്ന്. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബാലചന്ദ്രൻ തല ഉയർത്തിപ്പിടിച്ച് പറയുന്നു. ഇത് കേട്ടതും വൈജയ്ക്ക് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ചെറുതായിട്ട് കൊള്ളുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് മിണ്ടാനോ വഴക്കിനോ ഒന്നിനും വരുന്നില്ല, വെറുതെ എന്റെ മുമ്പിലേക്ക് വരരുത്, മാറി പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വൈജ അങ്ങ് കീറിപ്പോവാൻ തുടങ്ങിയപ്പോ, ആരോടാ ഈ ദേഷ്യപ്പെടുന്നേ, ആരോടാ ഈ കളിക്കുന്നേ? ഈ ബാലചന്ദ്രന്റെ മുമ്പില് ദേഷ്യവും കലിയൊന്നും വേണ്ട. നിന്നെ നോക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ വൈജയ്, വെറും പുച്ഛം മാത്രം. ആങ്ങളമാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടേക്കുന്നു, കൈ ഒഴിഞ്ഞേക്കുന്നു, അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഓർത്തായിരിക്കും. ആർക്കും നിന്നെ തലയിൽ കയറ്റി വെക്കാൻ പറ്റത്തില്ല വൈജയ്, കാരണം അത്രയ്ക്ക് അസ്വസ്ഥതയാ നീ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, ഇരുത്തി ഒന്ന് ചിന്തിക്ക്.
10-22 വർഷം പുറകോട്ടേക്കൊക്കെ ഒന്ന് നോക്ക്. എന്നിട്ട് ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്നൊക്കെ ചിന്തിക്കുക. അല്ലാതെ അലീനയുടെ മെക്കിട്ട് കയറാനോ ഈ വീട്ടിലെ ഭക്ഷണത്തെ എച്ചിലെന്ന് പറയാനോ നിന്റെ ഇനി പൊങ്ങിയാലേ അരിയും ഞാൻ ആ നാക്ക്, ആ വൃത്തികെട്ട പുഴുത്ത നാക്കുണ്ടല്ലോ, ഞാൻ അരിയും ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു. അലീനയെ തുറിച്ച് വീണ്ടും ഇങ്ങനെ വായിച്ചു നോക്കാണ്. നോക്കിട്ട് ഒറ്റ അടച്ചുവിട്ട വാതിലെ. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. പിന്നെ നമ്മുടെ രോഹിത്തിന് വലിയൊരു പശ്ചാത്താപമൊക്കെയാണ്. നമ്മുടെ രോഹിത്ത് ഇന് ശരണ്യനെ കാണണമെന്നും ശരണ്യോട് ഒരു മാപ്പ് ചോദിക്കണമെന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാര്യം നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചി എന്നെ രക്ഷിച്ചത് അലീന ചേച്ചിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ആ കൊച്ച് മൊഴി മാറ്റി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കിടക്കേണ്ടിയിരുന്നത് ആ പോലീസ് സ്റ്റേഷനിലല്ലായിരുന്നോ, അവിടെ ജയിലിലല്ലായിരുന്നോ? അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കണം, എനിക്ക് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും രോഹിത്തിനെ നമ്മുടെ കണ്ണാടിക്കവല, അതായത് എങ്ങോട്ടാ, ശരണ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ശരണ്യനെ ഒരു ദിവസം നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ അത് ഇന്നത്തെ സീനിൽ കാണിക്കുന്നില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മുടെ രോഹിത്തിന്റെ ആ ഒരു കാര്യമൊക്കെ രോഹിത്ത് തുറന്ന് പറയും. അപ്പൊ രോഹിത്ത് മനസ്സ് തുറക്കുമ്പോൾ അലീന സമ്മതിക്കും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ.